ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ തുറന്നടിക്കുകയാണ് AP വിഭാഗം സമസ്ത. ജമാഅത്തെ ഇസ്ലാമി മതേതരമല്ല, മൗദൂദിയുടെ ആശയങ്ങൾ അവർ ഉപേക്ഷിച്ചിട്ടില്ല, ജനാധിപത്യവും മതേതരത്വവും മതവിരുദ്ധമാണെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നും SYS AP വിഭാഗം ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം സിറാജിൽ എഴുതിയ ലേഖനത്തിൽ പറയും. VS രഞ്ജിത്ത്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനവും അതുതന്നെയാണ്. ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ ആശയങ്ങളെ പുറമേ നിന്നുകൊണ്ട് അവർ അതിനോട് അനുകൂലിക്കുന്നു എന്ന മനോഭാവം കാണിക്കുകയും എന്നാൽ മൗദൂദിയൻ മതരാഷ്ട്രവാദം ഇടയിലൂടെ തള്ളിക്കയറ്റുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ AP വിഭാഗവും അതേ വിമർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പലയിടങ്ങളിലും ലീഗ് അടക്കം ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ആ ബന്ധം ഉപേക്ഷിക്കാൻ പറയുമ്പോഴും പുറമേയുള്ള ബന്ധം പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളെയും അവർ പിന്തുണയ്ക്കുന്നുണ്ട്. സമസ്ത AP വിഭാഗത്തിന്റെ വിമർശനത്തെ നമ്മൾ എങ്ങനെ കാണണം? VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, ഇത് പ്രധാനമായിട്ടും ലീഗിനെതിരായിട്ടുള്ള ഒരു വിമർശനമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ലേഖനത്തിന്റെ അവസാനം പറയുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയമോ വിജയമോ മാത്രമല്ല ഇതിന്റെ ദുരന്തമായി ഭവിക്കാൻ പോകുന്നത്, ഇതിന്റെ പരിണിത ഫലം, പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സമുദായ നേതൃത്വം എന്തുകൊണ്ടാണ് ഇതിൽ ഇടപെടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം സമുദായ നേതൃത്വം എന്നൊരു പ്രയോഗം ആ ലേഖനത്തിൽ ഉള്ളത്. ഒപ്പം തന്നെ UDF ആകെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായതും അതിനുശേഷം ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടും മലപ്പുറത്തുമൊക്കെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ രഹസ്യമായും പരസ്യമായുമുള്ള ധാരണകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത്തരം ധാരണകൾക്കൊക്കെ എതിരെയാണ് AP വിഭാഗത്തിന്റെ ഈ വിമർശനം എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും രണ്ടാണ് എന്നൊരു കാര്യം വെൽഫെയർ പാർട്ടി പറയാറുണ്ട്. അത് RSSും BJPയും രണ്ടാണ് എന്ന് പറയുന്നത് പോലെയാണ് എന്നാണ് ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം മൗദൂദിയുടെ മതരാഷ്ട്രവാദം ഞങ്ങൾ ഉപേക്ഷിച്ചു എന്ന് ഇടക്കാലത്ത്, മൗദൂദിയൻ ആശയങ്ങളല്ല ഞങ്ങളുടെ വാദം എന്ന് ഇടക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അത് തെറ്റാണ്. മൗദൂദിയൻ ആശയങ്ങൾ, മൗദൂദിയുടെ ജനാധിപത്യം, മൗദൂദിയുടെ മതേതരത്വം, മൗദൂദിയുടെ ദേശീയത, ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി കൊണ്ടു നടക്കുന്നത്. അതിൽ നിന്ന് കടുകിട മാറാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കില്ല എന്നുകൂടിയാണ് ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് സമുദായം ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ച് ആരെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാൽ അത് വലിയ ദുരന്തത്തിൽ കലാശിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് AP വിഭാഗം നൽകുന്നത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് UDFനും ലീഗിനുമുള്ള മുന്നറിയിപ്പാണ്. ഓക്കെ, ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി കൈയൊഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണിപ്പോൾ AP കാന്തപുരം AP വിഭാഗവും AP സമസ്ത വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ പലതരത്തിലും സമൂഹത്തിൽ അവരൊരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ സംരക്ഷകരാണ് എന്ന മട്ടിലുള്ള പ്രചരണം നടക്കുന്നു എന്നതാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗവും അതിനെ വിമർശിക്കുന്നത്. എല്ലാ മുസ്ലിം വിഭാഗത്തിൻ്റെയും ടിപ്പർ അവകാശം ജമാഅത്തെ ഇസ്ലാമിക്കില്ല എന്നുള്ളതാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പല രീതിയിലും വരും എന്നുള്ളതാണല്ലോ നമ്മൾ കണ്ടത്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, അവർ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ആ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. അതാണ് ഇപ്പോഴുള്ള വിമർശനത്തിൻ്റെ അടിസ്ഥാനം.